third stage motor started perfectly, but during the functioning of the third stage, we are seeing a observation and the mission could not be accomplished. After analysis, we shall come back. Thank you. PSLVയുടെ 63ാമത്തെയും ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ വിക്ഷേപണ തറയിൽ നിന്നുള്ള 101ാമത്തെയും വിക്ഷേപണവുമായിരുന്നു ഇത്. ഏത് കാലാവസ്ഥയിലും ഭൗമനിരീക്ഷണം നടത്തുമെന്നും വെള്ളപ്പൊക്കം പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ പ്രവചിക്കാനുള്ള ശേഷി ഉള്ളതുമായിരുന്നു EOS-09 ഉപഗ്രഹം. ഭവ്യ പാർവതി ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ഭവ്യ, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു നിമിഷം പോലും ഇതൊരു പരാജയമായിരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതേ അല്ല. അത്രത്തോളം അപ്രതീക്ഷിതമായി നമ്മളെ തേടിയെത്തിയ ഒരു വാർത്തയായിരുന്നു ദൗത്യം പരാജയപ്പെട്ടു എന്നുള്ളത്. ആദ്യ ഘട്ടങ്ങളൊക്കെ വളരെ സ്മൂത്തായി കടന്നുപോയി. ഏത് ഘട്ടത്തിലാണ് ഒരു പാളിച്ചയിലേക്ക് പോയി എന്നുള്ള സൂചന ISRO പങ്കുവച്ചത്? ആര്യ, ISROയുടെ ചരിത്രത്തിൽ ഒരു പൊൻതൂവൽ കൂടി ഇന്ന് പിറക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അഭിമാനത്തോടു കൂടി ആ വാർത്ത പറയാൻ വായിക്കാൻ കാത്തിരുന്നവരാണ്. പക്ഷേ നമ്മളെയൊക്കെ ഏറെ വേദനിപ്പിച്ചുകൊണ്ട്, ഏറെ നിരാശപ്പെടുത്തിക്കൊണ്ട് PSLV C-61 വിക്ഷേപണം പരാജയപ്പെട്ടു എന്നുള്ള ഏറെ നിരാശാജനകമായ വാർത്തയാണ് ഇന്ന് പുലർച്ചെ പ്രേക്ഷകരെ കാത്തിരുന്നത്. ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-09 ഭ്രമണപഥത്തിലെത്തിക്കാൻ സാധിച്ചില്ല. വിക്ഷേപണത്തിന് ശേഷം മൂന്നാം ഘട്ടത്തിലുണ്ടായ അപ്രതീക്ഷിതമായൊരു തിരിച്ചടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അപ്രതീക്ഷിതമായൊരു പ്രശ്നമാണ് ഈ ഭ്രമണപഥത്തിലെത്തിക്കാൻ സാധിക്കാതെ പോയത്. രണ്ടാം ഘട്ടം വരെ വളരെ സ്മൂത്തായി കാര്യങ്ങൾ പോയതാണ്. പക്ഷേ മൂന്നാം ഘട്ടത്തിലെത്തിയപ്പോൾ അപ്രതീക്ഷിതമായി ഉണ്ടായൊരു നീക്കമാണ്, ഒരു അപ്രതീക്ഷിതമായാണ് ഒരു പ്രശ്നങ്ങൾ സംഭവിച്ചത്. അതുകൊണ്ടാണ് ദൗത്യം പരാജയപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വന്നത്. ISRO ചെയർമാൻ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത്. ദൗത്യം പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിന് പറയാൻ സാധിക്കുകയുള്ളൂ. എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കും. അതിനുശേഷം ഞങ്ങൾ തിരിച്ചു വരുമെന്നാണ് ISRO ചെയർമാൻ അറിയിച്ചത്. ഈ ഒരു ദൗത്യം പരാജയപ്പെട്ടതിന് ശേഷം എന്തായാലും ഭൗമ നിരീക്ഷണ ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിലെത്തിക്കാൻ സാധിച്ചില്ല എന്നുള്ള ഏറെ നിരാശാജനകമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമുക്കറിയാം, PSLV ദൗത്യം പരാജയപ്പെടുന്നത് അത്യപൂർവം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. ഇതുവരെ 2 പരാജയങ്ങൾ മാത്രമേ PSLVയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളൂ. അതിലൊന്ന് ഭാഗികമാണ്. ഇപ്പോഴിതാ മൂന്നാമത്തെ ഒരു പരാജയം കൂടി ഉണ്ടായിരിക്കുന്നു. PSLVയുടെ കണക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ 3 പരാജയങ്ങൾ മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതുകൂടി കൂട്ടി മൂന്നാമത്തെ പരാജയമാണ് PSLVക്ക് ഉണ്ടായിരിക്കുന്നത്. 60-ൽ പരം വിക്ഷേപങ്ങൾ, 63 ദൗത്യങ്ങളിൽ ഇതുവരെ PSLV പങ്കെടുത്തു. അതിൽ 59 വിക്ഷേപങ്ങളും വിജയകരമായിരുന്നു. ഇപ്പോഴിതാ മൂന്നാമത്തെ ഒരു പരാജയം നേരിട്ടിരിക്കുന്നു. ഏറ്റവും പ്രധാനമായി 5 നൂതന ഇമേജിംഗ് സംവിധാനങ്ങളാണ് ഈ ഉപഗ്രഹത്തിൽ ഉണ്ടായിരുന്നത്, EOS-09 എന്ന ഉപഗ്രഹത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ പ്രധാനമായി ആര്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിർത്തികളിൽ നിരീക്ഷണം, കൃഷി, വനം, മണ്ണിന്റെ ഈർപ്പം, വെള്ളപ്പൊക്കം എന്നിവയൊക്കെ ശേഖരിക്കുന്നതിനെ സജ്ജമാക്കിയ ഒരു ഉപഗ്രഹമായിരുന്നു. പക്ഷേ എന്നാൽ ദൗർഭാഗ്യവശാൽ ഈ ഉപഗ്രഹം നമുക്ക് ഭ്രമണപഥത്തിൽ എത്തിക്കാൻ സാധിച്ചില്ല.